ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഷോമാൻ എന്ന് പറഞ്ഞാൽ മണിരത്നം സാറാണ്. മണിരത്നം സാറിൻ്റെ 3-4 സിനിമകൾ വർക്ക് ചെയ്ത ആളാണ്. മണിരത്നം സാറെ എന്നെ സുധനെങ്കി എന്ന് ലൊക്കേഷനിൽ വെച്ചിട്ട് അവർ കൂപ്പിടും, സുധൻ സാറെങ്കിൽ അവർ സുധനെങ്കി എന്ന് അവർ സാറെന്ന് റെസ്പെക്ട് ചെയ്ത് എല്ലാവരും വിളിക്കും. നമുക്ക് സാറിനോട് നേരത്തെ പറഞ്ഞു, മമ്മൂട്ടി സാറിന് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. പലരും ജാടയാണ് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ലാലേട്ടൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് എല്ലാവരെയും കൈകോർത്ത് പിടിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രൊഫഷണൽ ഡ്രൈവർ ആകുമ്പോഴും അദ്ദേഹം എൻ്റെ വണ്ടിയിൽ ആദ്യമായിട്ട് കയറുന്നത് ലാലേട്ടനാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് വളരെയധികം അഭിമാനവും സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു മുഹൂർത്തമാണ്. ഞങ്ങൾക്ക് ഇന്ന് അതിഥിയായി കിട്ടിയിട്ടുള്ളത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. സുധൻ രാജ് എന്ന് പറയുന്ന മലയാള സിനിമയുടെ തന്നെ എല്ലാ മേഖലകളിലും ഒരു മുടിചൂടാമന്നൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനപ്പുറം വേറെ വാക്ക് നമുക്ക് എന്തായാലും പറയാനില്ല. സംവിധായകനായും പ്രൊഡക്ഷൻ കൺട്രോളറായും തിരക്കഥാകൃത്തായും എസ്പെഷ്യലി സിംഗറായും ഒക്കെ ആ ഒരു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തി പദങ്ങളിലും ഒരു വിജയം കൈവരിച്ച ഒരു പ്രതിഭയാണ് ശ്രീ സുധൻ രാജ്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹത്തെ ഈ ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. എന്തായാലും വളരെ സന്തോഷം. അങ്ങ് തിരക്കിനിടയിലും അല്പസമയം അങ്ങയുടെ പുതിയ സിനിമാ വിശേഷങ്ങളും ജീവിതയാത്രയും ഒക്കെ കുറിച്ച് നമ്മളോട് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ വന്നത് വളരെ സന്തോഷം. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരുപാട് വർഷങ്ങളായി അങ്ങ് മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങ് ശരിക്കും കൈവയ്ക്കാത്ത മേഖലകളൊന്നും ഇല്ലാന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറായും പിന്നെ അതോടൊപ്പം തിരക്കഥയായും അങ്ങനെ സിനിമാ മേഖലയുടെ സമസ്ത ഇതിലും അങ്ങ് വന്നു. ഇപ്പോൾ ഒരു ഡയറക്ടറായി അങ്ങയുടെ ഒരു സ്വപ്നം പൂവണിയാൻ പോകുന്ന ഒരു നിമിഷമാണ്. അതൊരു അഭിമാന മുഹൂർത്തത്തിലാണ് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്തായാലും സന്തോഷമുണ്ട്. അപ്പോൾ ഈ സാധാരണ നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ ആകുമ്പോൾ നമ്മൾ തുടക്കം മുതലല്ലേ നമുക്ക് ചോദിക്കുന്നത്, നമുക്കൊരു ചേഞ്ചസ് വരുത്തിയിട്ട് അങ്ങയുടെ ഇന്നും അങ്ങ് നിൽക്കുന്ന അവസ്ഥ മുതൽ നമുക്ക് താഴോട്ട് പോകുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. അപ്പോൾ കുറച്ച് അങ്ങയെക്കുറിച്ച് കുറച്ച് വ്യക്തമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ മനസ്സിലാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങയുടെ ഇപ്പോൾ അങ്ങേക്ക് 2 സിനിമ റിലീസാവാൻ പോകുന്നു. കമ്പം എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറാണ് അങ്ങ്, എൻ്റെ ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ അങ്ങ് ആ പുതിയ പ്രോജക്റ്റിനെ പറ്റി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? തീർച്ചയായിട്ടും പറയാം. ഞാൻ കമ്പം സിനിമ തുടങ്ങുന്നത് യാദൃച്ഛികമായിട്ടല്ല, ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് തുടങ്ങിയ ഒരു സിനിമയാണ്. കാരണം ഞാൻ ആദ്യം തുടങ്ങാനിരുന്ന സിനിമ പിസ്ത എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ അനൗൺസ് ചെയ്തത്. അപ്പോൾ അത് ഒരു ലവ് സ്റ്റോറിയാണ്, ത്രികോണ പ്രണയമായിരുന്നു. IT പാർക്കിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്യാൻ വെച്ചിരുന്നൊരു സിനിമയായിരുന്നു. പക്ഷേ അത് സ്ക്രിപ്റ്റ് എഴുതി വന്ന് ബഡ്ജറ്റ് കൂട്ടിയപ്പോൾ അതൊരു കുറച്ച് ബിഗ് ബഡ്ജറ്റിലേക്കാവും, കുറച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്നുള്ളൊരു ഐഡിയയിലാണ് അത് പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് പിന്നെ ബഡ്ജറ്റ് കൂടുമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് നമുക്കിപ്പോൾ കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞ് ഒരു ദിവസം നടക്കുന്ന കഥ, അല്ലെങ്കിൽ 2 വീട്ടിൽ നടക്കുന്ന കഥ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മുടെ കൂടെയുള്ള പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാർട്ണർ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവനാണ്. പുള്ളിക്കാരത്തി ആക്ട്രസ്സാണ്, സിംഗറാണ്, പുള്ളി അഭിനേതാവാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നടക്കുന്ന ഒരു സ്റ്റോറി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റോറി നമുക്ക് എടുത്തിട്ട് ഒരു വീടും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് എറണാകുളത്ത് ഞാൻ ഫെഫ്ക യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയാണ്. അപ്പോൾ മീറ്റിങ്ങിന് പോകുന്ന വഴിക്ക് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു പ്ലാൻ ചെയ്തിട്ട് ഒരു മരണം എന്നുള്ളതാണ് ആദ്യം ഒരു മരണം, അത് ഡെവലപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. ലക്ഷ്മി അത് കൊള്ളാം, എന്തായിരിക്കും മരണം? മരണമല്ല, അത് കൊലപാതകമാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് എറണാകുളം മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന വഴിക്ക് ഏകദേശം ത്രെഡ് ഒരു 75-80% ത്രെഡായി കഴിഞ്ഞു. അപ്പോൾ ലക്ഷ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കൊള്ളാം ചേട്ടൻ, അതൊന്ന് പിടിക്കാൻ പറഞ്ഞു. പിന്നെ ഒരു 5 ദിവസം എടുത്ത് ഞങ്ങൾക്കത് ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഈ 5 ദിവസങ്ങളിൽ ശരിക്കും കമ്പത്തിൻ്റെ സ്റ്റോറിയായി. അങ്ങനെ ഒരു ദിവസം നടക്കുന്ന, രാവിലെ ഒരാൾ മരിച്ചു കിടക്കുന്ന, വൈകുന്നേരത്ത് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവരുമ്പോൾ സിനിമ തീരുന്നു. ഇതാണ് സ്റ്റോറി. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡുമായിട്ട് ബന്ധമുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സിനാണ്, നമ്മുടെ കൂടെയുള്ള ടീമിനെയൊക്കെയാണ്. അപ്പോൾ അവരോട് അറിയിച്ച് അവരൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞൊരു സിനിമയാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന് ഒരു നല്ലൊരു പ്ലാനിങ്ങിൽ തുടങ്ങി. ഷാജോണിൻ്റെയൊക്കെ ഡേറ്റ് ഉണ്ട്, ഷാജോണിൻ്റെ അടുത്ത സുഹൃത്താണ്, ഷാജോണിൻ്റെയൊക്കെ ഡേറ്റ് ഉണ്ടായിരുന്നു. ആ ഡേറ്റ് വെച്ചിട്ട് തുടങ്ങാനും സുധീർ കരമന, ഷാജോണ്, ബൈച്ചേട്ടൻ, ജാഫർ ഇടുക്കി, ടിനിറ്റോം, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളെ വെച്ച് തുടങ്ങാൻ വെച്ചിരുന്ന സിനിമയായിരുന്നു കമ്പം. അങ്ങനെ പ്ലാൻ ചെയ്ത് ഷൂട്ടിങ്ങിനോടനുബന്ധിച്ച് വരുന്ന സമയത്ത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പ്രൊഡ്യൂസേഴ്സ് കൂടെ വന്ന ആൾക്കാർ പോയപ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ സൈഡ് നമ്മൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്ത് തീർത്ത സിനിമയാണ് കമ്പം.
ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അങ്ങോട്ട് ചോദിക്കുള്ള ഇതിൻ്റെ കമ്പത്തിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകൻ്റെ ഒപ്പം എനിക്കും താല്പര്യമുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങോട്ട് ചോദിക്കാൻ വളരെ മനോഹരമായ 3 ഗാനങ്ങളാണ് കമ്പത്തിലുള്ളത്. അതെ. ഒന്ന് ബഹുമാനപ്പെട്ട ശ്രീ ലക്ഷ്മി മാഡം ഒരു ഡുവറ്റ് പാടിയ സോങ് ഉണ്ട്, പിന്നെ ഒരു ടൈറ്റിൽ സോങ്, പിന്നെ ഒരു എൻഡ് സോങ്. അതിനെ കുറിച്ച് അത് ശരിക്കുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ യഥാർത്ഥത്തിൽ കമ്പം എന്ന് പറഞ്ഞ സിനിമയിൽ സോങ് ഇല്ലായിരുന്നു. ഞങ്ങൾ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്ത് അതിൻ്റെ തിരക്കഥ എഴുതി തുടങ്ങുന്ന സമയത്തും അത് എഴുതി കഴിയുന്ന സമയത്തും സോങ്ങിനെ കുറിച്ച് ഞങ്ങളൊരു പ്ലാനില്ല. പക്ഷേ എഴുതുന്നതിൻ്റെ ഒരു 75% ആയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അവരുടെ പേര് പറയുന്നില്ല, ആളൊന്നും പിന്നെ നമ്മളിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പുള്ളിയെ സ്ക്രിപ്റ്റ് എഴുതാൻ കൂടെ ഫുൾ ടൈം വന്നിരിക്കുന്നത്. പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്കൊരു സോങ് വേണ്ടേ സോങ് ചേട്ടാ അതിനകത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സോങ് വേണോ, സോങ് ബോറവല്ല, നമുക്ക് വേണമെങ്കിൽ ടൈറ്റിൽ സോങ് വേണമെന്നില്ലെങ്കിൽ ടൈറ്റിൽ സോങ് എന്നുള്ള രീതിയിൽ വെക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പ്ലാൻ ചെയ്ത് ഈ ചിത്രത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഷാജി റോക്ക്വെല്ലും സുനിൽ പ്രഭാകരൻ. അപ്പോൾ അവരുടെ ഒരു കൂടെയുള്ള ടീമൊക്കെ നമ്മൾ ഭയങ്കര പരിചയവും ബന്ധമൊക്കെ ഉള്ളത്. അപ്പോൾ അവരെപ്പോഴും പറയും ഞങ്ങൾക്കൊരു പടം തരണം, ഒരു പ്രോജക്റ്റ് തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു ടൈറ്റിൽ സോങ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് തരത്തിലുള്ള, അപ്പോൾ എപ്പോഴും സിറ്റുവേഷൻ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുക, മ്യൂസിക് ഡയറക്ടേഴ്സ് അതിനനുസരിച്ചിട്ട് അവർ ട്യൂൺ ചെയ്യുക, ലിറിക്സ് അതനുസരിച്ച് എഴുതുക എന്നുള്ളതാണ് ഒരു രീതി. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ ചോദിച്ചു, ഞാൻ അമ്പലത്തിൻ്റെ ഉത്സവവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എപ്പോഴും നാടൻ പാട്ടുകളോട് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഒരു നാടൻ ശീലം അങ്ങനെ കേട്ടാൽ തോന്നുന്ന ഒരു ഈണമുള്ളൊരു പാട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് കമ്പോസ് ചെയ്തു. അതിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ തന്നെ അതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുത്തി പറഞ്ഞു കൊടുത്ത് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ആ സോങ് പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ ഉണ്ടായൊരു സോങ്ങാണ് ടൈറ്റിൽ സോങ്, കാടിറങ്ങി കേളിയാടി ചമഞ്ഞു വരുമെന്നത്. അത് ഗംഭീരമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കാട്ടി വളരെ നന്നായിട്ട് വന്നു. സോങ് നമുക്ക് അത് നന്നായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് അതിൽ ആദ്യത്തെ സോങ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ സോങ് എന്ന് പറയുന്നത് ഒരു ലവ് സോങ് ആണ്. അത് അങ്ങനെ വേണം എന്ന് സിനിമയ്ക്ക് സിറ്റുവേഷൻ തന്നെ ആവശ്യമൊന്നുമില്ല, വേണ്ട എന്നുള്ള ധാരണ ഇരിക്കുകയായിരുന്നു. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടേഴ്സോട് നല്ല ബന്ധമായി. ഒരു സോങ് കഴിച്ചപ്പോൾ പിന്നെ അവർ പറഞ്ഞു നമുക്കൊരു സോങ് കൂടെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ലവ് സോങ് എന്ന് പറഞ്ഞ സാധനം ഏകദേശം പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് അതിലെ ലവ് സോങ് ഒരെണ്ണം വരുന്നത്. അതിലാണ് ലക്ഷ്മി പാടിയിരിക്കുന്നത്. അപ്പോൾ ലവ് സോങ് വന്നപ്പോൾ മൂന്നാമത് എന്നാൽ പിന്നെ ടൈലൻഡ് സോങ് കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പുള്ളിയോട് എനിക്ക് ഈ റിട്രോ സിനിമകൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാലഘട്ടമൊക്കെ പഴയ കാലഘട്ടം കുറച്ചുകൂടി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, അത്തരത്തിലുള്ള പാട്ടുകൾ ഉണ്ട്. ഇപ്പോൾ ഒരു റഹ്മാനൊക്കെ പാടിയ ഒരു മധുരക്കിനാവിൻ ലഹരി ഇങ്ങനെയുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ അതുപോലുള്ള ശങ്കർ മോഹൻലാൽ ടീമൊക്കെ അഭിനയിച്ച ആ കാലഘട്ടത്തിലുള്ള പാട്ടുകളൊക്കെ കേട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ടൈലൻഡ് സോങ് കൂടെ വയ്ക്കാം, ഒരു 80s 90s കാലഘട്ടം പിടിച്ചുകൊണ്ട് നമുക്ക് അങ്ങനത്തെ സോങ് അത് എങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ട്യൂണ് ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് അതിനകത്ത് വേണം, അക്കോർഡിയനൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു മ്യൂസിക് ഉണ്ട്, അത് അവർ ഗംഭീരമായിട്ട് അതും ഉണ്ടാക്കി. അങ്ങനെയാണ് ആ 3 സോങ്ങുകൾ കമ്പം സിനിമയിലേക്ക് വരുന്നത്. ഈ 3 സോങ്ങുകൾ സാധാരണ കമ്പം സിനിമയ്ക്ക് ഒരു അഴകുണ്ട്. ഈ 3 സോങ്ങുകളും അതിമനോഹരമായ ഒരു അഴകിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അത് മാത്രമല്ല അങ്ങോട്ട് ചോദിക്കാനുള്ള വളരെ ബുദ്ധിമുട്ടി ഈ ഒരു ഫീൽഡിൽ എത്തിയ ഒരാളാണ് താങ്കൾ. അത് വളരെ എന്താ പറയുക, മനസ്സിൻ്റെ നൈർമല്യമുള്ള ഒരാൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏടുകൾ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ഒരു അവസ്ഥയുണ്ടാകും. അപ്പോൾ അത് അങ്ങോട്ട് ചോദിക്കാൻ അങ്ങ് പറഞ്ഞു പ്രൊഡക്ഷനിൽ ആദ്യം വണ്ടി ഓടിച്ച് സിനിമയിലേക്ക് പറയാം. എനിക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര, ഞാൻ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമാണ്. ഞാൻ ഒരു കാലഘട്ടത്തിൽ ഞാൻ ടാക്സി ഓടിച്ചുകൊണ്ട് നടന്ന ഒരാളാണ്. എൻ്റെ തുടക്കകാലം ജീവിതത്തിലേക്ക് നമ്മൾ സ്കൂൾ പഠനം കഴിഞ്ഞു, പിന്നെ എനിക്ക് കോളേജിലൊന്നും പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മുന്നിലുള്ള മാർഗം ഡ്രൈവിംഗ് അതായിരുന്നു. ഡ്രൈവിംഗ് അറിയാം. അപ്പോൾ ടാക്സി ഓടുന്നു. ആ സമയത്ത് എൻ്റെ ഒരു സഹോദരൻ ഒരാളുണ്ട്. അവൻ മുഖേന സിനിമയിലേക്ക് എത്തുകയും സിനിമയിൽ പ്രൊഡക്ഷൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായി മാറി. അങ്ങനെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സിനിമകളിൽ വണ്ടി ഓടിയിട്ടുള്ള ഒരാളും കൂടെയാണ് ഞാൻ. കാരണം നടീനടന്മാരെ കൊണ്ടുവരിക, ടെക്നീഷ്യനെ കൊണ്ടുവരിക, അങ്ങനെ വളരെ ബിസിയാണ്. ഞാൻ ചെന്ന് കയറി കഴിഞ്ഞ് വലത് കാലെടുത്ത് വെച്ച് കയറിയ ജോലി എന്തായാലും നന്നായിരുന്നു. അപ്പോൾ അത് ഒരു 5-6 വർഷം തറതുറാത്ത ഓട്ടമായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യം. കാരണം എൻ്റെ വണ്ടിയിലേക്ക് മോഹൻലാൽ കയറുക, മമ്മൂട്ടി കയറുക, അല്ലെങ്കിൽ അതുപോലുള്ള ആർട്ടിസ്റ്റുകൾ കയറുക, ഇങ്ങനെയൊക്കെ ഭയങ്കര സ്വപ്നതുല്യമായ ജയറാമേട്ടൻ കയറുക, ഇങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എൻ്റെ വണ്ടിയിൽ കയറിയപ്പോൾ എനിക്ക് ദൂരെ നിന്ന് കണ്ടിരുന്ന എന്താണ് നടീനടന്മാരൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ അടുത്ത സീറ്റിലിരിക്കുക, അവരെ കൊണ്ടുപോവുക, അവരുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടുക, ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് അന്ന് എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ ഇന്നും അഭിമാനത്തോടെ ചെയ്തൊരു ജോലിയും കൂടെയാണ് ഡ്രൈവർ ജോലി, പ്രൊഡക്ഷൻ ഡ്രൈവർ എന്നത്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ അന്ന് ഇല്ല, പഠിച്ചിട്ടില്ല. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ടെക്നിക്കൽ പരമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ മാനേജറാണ്. അപ്പോൾ അത് വലിയ പ്രശ്നമില്ല, നമുക്ക് ആ പഠിത്തം വെച്ചിട്ടും നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. അങ്ങനെ അന്നത്തെ കാലത്ത് പ്രൊഡക്ഷൻ മാനേജറായിട്ട്
ഒരുപാട് സിനിമകൾ തന്നെ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്രത്തോളം സിനിമകൾ വർക്ക് ചെയ്ത് മലയാള സിനിമയിലെ വലിയ വലിയ സംവിധായകരോടൊന്നും വലിയ വലിയ പ്രൊഡക്ഷൻ കൺട്രോളർമാർ, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ പീറ്റർ ഞാറയ്ക്കലേട്ടൻ പറഞ്ഞാൽ പണ്ട് മമ്മൂട്ടി അവിശേഷി പടങ്ങളുടെയൊക്കെ വലിയ കൺട്രോളായിരുന്നു. പീറ്റർ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ. അതുപോലെ സച്ചിയേട്ടൻ പ്രിയദർശൻ സാറ്, അല്ലെങ്കിൽ അതുപോലുള്ള ഹരിഹരൻ സാറിൻ്റെ അവരുടെയൊക്കെ സിനിമകൾ ചെയ്തിട്ടുള്ളത് സച്ചിയേട്ടൻ, രാജു ഞാറയ്ക്കൽ, അങ്ങനെ ഒരുപാട് പേര്, രാധാകൃഷ്ണൻ, രാധാകൃഷ്ണൻ, പുള്ളിയൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ നിരവധി ഒരുപാട് കബീർക്ക് ആലപ്പുഴയുള്ള ഒരുപാട് ആൾക്കാരോട് ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു വർക്കിൻ്റെ ടാലൻറ്റ് കൊണ്ട് പല ആൾക്കാരും പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി വിളിച്ചു തുടങ്ങി. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി വിളിച്ച് ആ ജോലി ചെയ്യുമ്പോഴത്തേക്കും കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻഡിവിജ്വലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഈ 3 മേഖലകൾ പ്രൊഡക്ഷൻ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസറുടെ കൂടെയും ഡയറക്ടറുടെ കൂടെയും തുടക്കം മുതൽ അവസാനം വരെ നിൽക്കുന്ന ജോലിയാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ. താരങ്ങളെ നേരിട്ട് വിളിക്കുക, അവരുടെ ഡേറ്റ് വാങ്ങിക്കുക, അവരുടെ ശമ്പളം നിശ്ചയിക്കുക, അത് കൃത്യസമയത്ത് അവരെ ലൊക്കേഷനിലെത്തിക്കുക, അവർക്ക് താമസിക്കാനുള്ള ഹോട്ടലും അവർക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങളും അവർ കഴിക്കുന്ന ഫുഡും ഇതൊക്കെ അറേഞ്ച് ചെയ്യുക. ഒരു എന്താ പറയുക, 150ഓളം വരുന്ന ക്രൂ മെമ്പേഴ്സിനെ ഞാനും നമ്മുടെ കൂടെ 1-2 എല്ലാ സിനിമകളിലും ഉള്ളതാണ്, 2-3 അസിസ്റ്റൻസ് കാണും. ഇവരാണ് ഈ സിനിമയെ കോർഡിനേറ്റ് ചെയ്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് എവിടെ നടക്കുന്നു, അതിന് പെർമിഷൻ വാങ്ങണം, അവിടെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഫേസ് ചെയ്യണം. ഇതൊക്കെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ ജോലിയാണ്. A to Z കാര്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സിനിമയിൽ പലപ്പോഴും ഞാൻ കിട്ടില്ല ഏറ്റവും പാടുള്ള ഒരു ജോലിയാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളുള്ള ജോലി. എന്ന് വെച്ചാൽ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും പാടില്ലെന്ന് വെച്ചാൽ ഉണ്ട്. ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ചേർന്ന് കഥയും കാര്യങ്ങളും തീരുമാനിച്ച് ലൊക്കേഷനിൽ വന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരടുത്ത കാറ് ചോദിക്കും, അവർ ഹോട്ടലിലേക്ക് പോകും. നടിതറന്മാരും വരും, അഭിനയിക്കും, വൈകുന്നേരം ആകുമ്പോൾ കാറ് ചോദിക്കും, അവർ പോകും. പക്ഷേ ബാക്കി ക്രൂ മെമ്പേഴ്സിനെ മുഴുവനും നമ്മൾ അവിടുന്ന് പാക്ക് ചെയ്ത് ഹോട്ടലിൽ എത്തിച്ച് രാത്രി ഏറ്റവും ലേറ്റായി ഉറങ്ങുന്ന ഒരു ടീം, രാവിലെ ഏറ്റവും നേരത്തെ എണീക്കുന്ന ഒരു ടീം, അല്ലെങ്കിൽ ഒരു വിഭാഗം എന്ന് പറയണമെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർ. വളരെയേറെ അധ്വാനം തീർച്ചയായിട്ടും. പക്ഷെ അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കളർഫുൾ ആണെങ്കിൽ കൂടി ഉള്ളിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പാട്. അപ്പൊ ഒരു ഡ്രൈവർ എന്ന നിലയിൽ അങ്ങ് വന്നു, അഭിമാനത്തോടെ പറയുകയാണ്. ആ മനസ്സാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നിന്ന് അങ്ങ് ഇപ്പോൾ ഡയറക്ടർ പദവിയിലേക്ക് എത്തി നിൽക്കുന്നു. അതായത് സിനിമയുടെ ഒരു തട്ടിൽ നിന്നും മറുതട്ടിലേക്കുള്ള ആ ഒരു പ്രയാണം വളരെ വാല്യൂ ആയിട്ടുള്ള ഒരു പ്രയാണം. ഈ പ്രയാണത്തിൽ അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ ആരും സ്വപ്നം കാണുന്ന ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒരു ഭാഗം തന്നെയാണ്, അതിനകത്ത് ഒരു ഇതില്ല. അപ്പോൾ എന്താണ് അങ്ങേക്ക് ഈ യാത്രയിൽ? എനിക്ക് എൻ്റെ സിനിമ സംവിധാനം എന്ന് പറയുന്ന സാധനം എൻ്റെ മനസ്സിൽ കൂടിയിട്ട് ഒരുപാട് നാളായി. ഞാൻ മനസ്സിലാക്കിയത് മലയാള സിനിമ ഏത് സിനിമയായിരുന്നാലും ശരി, ഈ പ്രൊഡക്ഷൻ കൺട്രോളർ വിഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി ചെയ്യാൻ തന്നെ സമയം കിട്ടില്ല. ആ സമയത്തിനിടയ്ക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടില്ല. ഫുൾ ടൈം ഓട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ ലൊക്കേഷനിൽ തന്നെ 100 കാര്യങ്ങളായിരിക്കും അവർക്ക് ചെയ്യാനുള്ളത്. അവരിതൊന്നും കോർഡിനേറ്റ് ചെയ്യുന്നതല്ലാതെ ബാക്കി ഈ സിനിമയുമായിട്ട് ഡയറക്ടർ അയാളുടെ ക്രിയേറ്റിവിറ്റി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലൊക്കേഷനിലെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടിയാൽ 5-10 മിനിറ്റ് ഇരിക്കുന്നതല്ലാതെ ആരും ശ്രദ്ധിക്കാറില്ല. എന്നെ സംബന്ധിച്ച് തുടക്കകാലം മുതൽ എനിക്ക് ഈ ഡയറക്ഷനോട് വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏതൊരു സംവിധായകൻ ഫ്രെയിം വെച്ച്, അതായത് ഇപ്പോഴാണ് നമ്മൾ മോണിറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. അന്നത്തെ കാലത്ത് മോണിറ്ററൊന്നുമില്ല. ക്യാമറ വയ്ക്കുന്നു, ഫ്രെയിം മൊത്തം ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ ക്യാമറമാൻ അത് ഷൂട്ട് ചെയ്യുന്നു. അതിനകത്ത് ഈ എടുത്തിരിക്കുന്ന സാധനങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ക്യാമറമാൻ പോലും അറിയത്തില്ല. എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് വന്നാൽ തന്നെ അത് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി വാഷ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് അതിൻ്റെ പ്രിന്റ് കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം, അയ്യോ അത് ആ ഷോട്ട് എടുത്തത് ശരിയായില്ലോ എന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ സിനിമ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോരോ സംവിധായകർ ഷോട്ട് എടുക്കുമ്പോഴും അവരത് ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെയാണ് അവർ ആ ഒരു ടേക്ക് എടുക്കാൻ വേണ്ടി എന്തൊക്കെ എഫേർട്ടാണ് എടുക്കുന്നത് ഞാനിത് കണ്ടുപിടിക്കുമായിരുന്നു. എനിക്ക് മാക്സിമം കിട്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലി തീർത്ത് കഴിഞ്ഞാൽ ബാക്കി സമയം മൊത്തം ഈ ഡയറക്ടറുടെ പുറകിലുണ്ടാകും. ആർക്കും അറിയത്തില്ല ഡയറക്ഷൻ എങ്ങനെ പഠിച്ചു എന്നുള്ളത്. എനിക്ക് തന്നെയല്ല, പക്ഷേ ഡയറക്ഷൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകൊണ്ട് പഠിക്കാൻ പറ്റി. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഷോമാൻ എന്ന് പറഞ്ഞാൽ മണിരത്നം സാറാണ്. മണിരത്നം സാറിൻ്റെ 3-4 സിനിമകൾ വർക്ക് ചെയ്ത ആളാണ് ഞാൻ. എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പോലും ലൊക്കേഷനിൽ വെച്ചിട്ട് സുധൻ എങ്കിൽ എന്ന് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്ന ഒരു, അതായത് ഞാൻ എവിടെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് വിളിക്കുന്ന ഒരു പേര് ഞാനായി മാറുന്നത് അഭിമാനത്തോടെ ആ വിളി എന്തോ സാർ എന്ന് വെച്ചിട്ട് ഞാൻ അടുത്തേക്ക് ഓടിപ്പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം കൂടെ ആണ്. അത് ഭയങ്കര ഭാഗ്യമാണ്. മണിരത്ന സാർ എന്നെ സുധൻ എങ്കിൽ എന്ന് ലൊക്കേഷനിൽ വെച്ചിട്ട് അവർ കൂപ്പിട്ട് സുധൻ സാറെങ്കിൽ അവർ സുധൻ എങ്കിൽ എന്ന് അവർ സാറെന്ന് റെസ്പെക്ട് ചെയ്ത് എല്ലാവരും വിളിക്കും, നമ്മളും അങ്ങനെ അങ്ങോട്ട് വിളിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണിരത്ന സാർ എടുക്കുന്ന ഷോട്ടും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്.
ഇനി അറ്റത്ത് ഒരു ചെറിയ സിനിമ എന്ന് പറയുന്നത് പല പല സിനിമകൾ അതൊന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ലോ ബഡ്ജറ്റായ സിനിമകൾ വർക്ക് ചെയ്യുന്ന സമയത്തും അതിൻ്റെ സംവിധായകൻ എടുക്കുന്ന ഷോട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും എനിക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. ഷാജി കൈലാസ് സാർ എടുക്കുന്ന ഷോട്ടുകൾ ഞാൻ കണ്ട് ഭ്രമിച്ചു നിന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ടേക്കിങ്സ് ആണ് അദ്ദേഹത്തിൻ്റെത്. അതുപോലെ സിബി മലയിൽ സാറ് അല്ലെങ്കിൽ അങ്ങനെ GS വിജയൻ സാറ്, എനിക്ക് പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. വിജയ് തമ്പി സാറ്, അങ്ങനെ ഒരുപാട്, തുളസിയാ സാറ്, അവരുടെയൊക്കെ ഷോട്ടുകൾ എടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ സംവിധാനം പഠിച്ചത്. ഞാൻ ഒരിക്കലും ഒരു സിനിമയിൽ ഒരു സംവിധായകൻ്റെ കൂടത്തോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലേക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഇന്നവരും പണി പഠിക്കാൻ പോയിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. എനിക്ക് ആ പണി അറിയത്തുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഡയറക്റ്റ് ചെയ്യുമ്പം പോലും അവർ മോണിറ്ററിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോൾ ഇരിക്കും കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിരുമ്പോൾ ഇവരെടുക്കുന്ന ഷോട്ട് ഞാൻ നോക്കിയിരിക്കും. അതും എനിക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ സംവിധാനം പഠിക്കാൻ പോകാതെ സിനിമയിൽ ജോലി ചെയ്ത് എൻ്റേതല്ല ഡയറക്ഷൻ അല്ലാത്ത വേറൊരു മേഖലയിൽ ജോലി ചെയ്തുകൊണ്ട് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ കിട്ടിയാൽ എനിക്ക് സത്യം പറയാൻ ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. ഒരു ട്രെൻഡിങ് സാധനം ഒരു ദിവസം നടക്കുന്ന സ്റ്റോറി ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയും. പക്ഷേ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിവുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാനൊരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഒരാൾ മരിച്ചു, ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ ഒരാൾ മരിച്ചാൽ ആ മരണം അറിഞ്ഞ ആൾക്കാർ വരുന്നു. പക്ഷേ വന്നു കഴിയുമ്പോൾ ആ ആൾ മരിച്ചതല്ല, ആൾ കൊല്ലപ്പെടുകയായിരുന്നു. അതെങ്ങനെ കൊല്ലപ്പെട്ടു? പുള്ളിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വൈരാഗ്യമുള്ള ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്താ? അപ്പോൾ പുള്ളി ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും. അങ്ങനെ എൻ്റെ സിനിമയിൽ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. രണ്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ നമുക്കറിയപ്പെടുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അണികളായിട്ടുള്ള ആൾക്കാരുടെ കഥയും കൂടെയാണ് കമ്പം. ഇതുവരെയും ആർക്കും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു പൊളിറ്റിക്കൽ സറ്റയറുള്ള ഒരു സിനിമ കൂടെ ആണ്. അതിനിടയ്ക്ക് നടക്കുന്ന ഒരു കൊലപാതകം, മരിച്ച ഒരാൾ രാഷ്ട്രീയക്കാരനാണ്. അത് ഏത് രാഷ്ട്രീയക്കാരനാണ്? അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പൊതുവായിട്ടും ഈ പാർട്ടിക്കാർ പറയും അവരായിരിക്കും കൊന്നിട്ടുള്ളത് എന്ന് പറയും. ആ വൈരാഗ്യം അതിൻ്റെ പിന്നിൽ കുറച്ച് നിറക്കൂട്ടുകളെല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ സിനിമയാണ് കമ്പം. ഒരു സമീപകാലത്തുള്ള ഒരു വളരെ വെറൈറ്റി സിനിമയാവാൻ തന്നെ ഏകദേശം അങ്ങനെയാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരങ്ങൾ കുറവാണ് ആ സിനിമയിൽ. കാരണം കൂടുതലും അറിയപ്പെടുന്ന താരങ്ങളില്ല. എന്നാൽ സിനിമ പൂർണ്ണമായിട്ട് കണ്ടാൽ ഞാൻ 3 സോങ് കേട്ടില്ല. 2 സോങ്ങും ഫുൾ ക്രൗഡാണ് ആ ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ടോട്ടാലിറ്റിയിലും ഫുൾ ക്രൗഡിനെ വെച്ചിട്ട്. അല്ല, ഇതിനിടയ്ക്ക് അങ്ങയുടെ ഒരു കാര്യം പറയാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ക്രൗഡിന്റെ കാര്യത്തിൽ ഭയങ്കര നമ്മൾ കണ്ടു മറന്ന ഒരു ഡയറക്ടറാണ് IVC സാർ. ഏകദേശം ഈ ഇപ്പൊ പ്രേക്ഷക നിലയിൽ ഞാനത് ആ സോങ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഏകദേശം ഏതൊക്കെയോ ഫ്രെയിമില് ഒരു ടച്ചിങ് വരുന്നുണ്ട്. അത് അങ്ങേ സമയത്തോളം ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ. സത്യത്തിൽ നിങ്ങൾ ആ ചോദ്യം എനിക്ക് ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ്. കാരണം ഞാനത് പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ്. എന്നാൽ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അല്ലാതെ ആരെങ്കിലും ചോദിക്കും എന്ന് പ്രതീക്ഷിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ ആ ചോദ്യത്തിന് എനിക്ക് കൃത്യമായൊരു ഉത്തരം തന്നെ. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മരണ വീടാണ് നമ്മളൊരു 20 ദിവസം ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ നമ്മളൊരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മൾ എല്ലാവരും വീട്ടിൽ പോകുന്നു. സിനിമയുടെ കഥ പറയുന്ന പശ്ചാത്തലം അങ്ങനെയാണ്. രാവിലെ ബോഡി മരിച്ച ആളുടെ കൊണ്ടുവന്ന് അപ്പോൾ ആ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നു. ആ വീട്ടിലേക്ക് ആൾക്കാർ വരുന്നു. ഒരു 100-150ഓളം ആൾക്കാർ ഡെയിലി ഈ 20 ദിവസം ഷൂട്ടിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 8-10 ദിവസം കഴിഞ്ഞപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ എന്ന് പറയാം, പ്രൊഡക്ഷൻ കൺട്രോളറാണ്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അങ്ങനെയുള്ള 3-4 പേരുണ്ട്. അതിലൊന്നാണ് ബാദുഷ, പിന്നെ എൽദോ സെൽവരാജ്, ശ്യാം തൃപ്പുണിത്തറ, ഹർഷൻ, ഇങ്ങനെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. സംവിധാനം തുളസിയാ സാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് ഞാൻ ഈ ഷോട്ട് എടുക്കുന്ന കണ്ടിട്ട് ആദ്യ ഷോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഡേ ഇവരൊക്കെ വന്നിട്ട് ഇരുന്നിട്ട് ചോദിച്ചു, സുധൻ ഒരു ക്യാമറ എടുത്ത് കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് എന്തോ ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്, തട്ടിക്കൂട്ട് ഇതായിരിക്കും, നമ്മളെന്തായാലും അഭിനയിച്ചേക്കാം എന്ന് പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്ന ഇവർ ഫസ്റ്റ് ഡേ കഴിയുമ്പോഴത്തേക്ക് ആകെപ്പാടം ഞെട്ടി. കാരണം ഏറ്റവും കൂടുതൽ ക്രൗഡ് വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവൻ ഇത്ര എവിടെന്നെങ്കിലും പോയി കള്ളപ്പണി പഠിച്ചിട്ട് വന്നതാണോ എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. സത്യത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. സെക്കൻഡ് ഡേ ആയിട്ട് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ചരിത്രം അങ്ങ് മാറി. കാരണം ഒരു സംവിധായകൻ്റെ ലൊക്കേഷനിലേക്ക് വന്ന് എടുക്കുന്ന ഷോട്ടുകൾ കാണുന്ന അവസ്ഥയിൽ അവർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഞാൻ ചെയ്തു. ഫുൾ ക്രൗഡ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും എന്നെ തുളസിയാ സാറും അല്ലെങ്കിൽ സജിൻ ലാൽ അല്ലെങ്കിൽ വാദുഷേഖ ഇവരെല്ലാം കൂടെ കൂടി പറഞ്ഞു, നിങ്ങൾ IV ശശി സാറിന് പഠിക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ കാര്യം? അല്ല, ഇത്രയും ക്രൗഡ് വെച്ച് അല്ല ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യുന്നത് IV ശശി സാറിനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജോഷി സാറൊക്കെയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് IV ശശി സാറിൻ്റെയും ജോഷി സാറിൻ്റെയും ഗുണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കണ്ടു തന്നെയാണ് വളർന്നിരിക്കുന്നത്. ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന കാലത്തൊക്കെ അവരുടെ സിനിമകൾ വരുമ്പോൾ കണ്ടിട്ടുള്ളത്. കാരണം ഇന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും IV ശശി സാറിൻ്റെ സിനിമകൾ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ?
ഭയങ്കര ക്രൗഡ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന സിനിമകളാണ്. അതെന്ന് വെച്ചാൽ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളെ വാരി ഇറക്കിയിരിക്കുന്ന കണ്ടാൽ ലോഡ് കണക്കിനാണ് ഇറക്കുന്നത്, എന്നാൽ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇതേ അവസ്ഥയാണ് എൻ്റെ കമ്പം എന്ന് പറയുന്ന സിനിമയിൽ. എല്ലാ ആർട്ടിസ്റ്റിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഫുൾ ക്രൗഡാണ്, അതിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവവികാസങ്ങളാണ് കമ്പം. തീർച്ചയായും. അപ്പോൾ അങ്ങേക്ക് നമ്മുടെ മമ്മൂട്ടി സാറും മോഹൻലാൽ സാറും അങ്ങ് ഒരു അത്യാവശ്യം ഏകദേശം 25 കൊല്ലത്തോളം കൂടെ അല്ലേ കൂടുതലായി അങ്ങ് വരുന്നു. അത് അപ്പോൾ ഈ പ്രതിഭകളെ കൂടെ ഒപ്പം അങ്ങ് സഹകരിച്ചു. അങ്ങേക്ക് അവരെ കുറിച്ചൊക്കെ ഒന്ന് പ്രേക്ഷകർ അറിയാൻ വേണ്ടിയിട്ട് അങ്ങേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. ഞാൻ അത് പറയുകയാണെങ്കിൽ ഞാൻ മമ്മൂട്ടി സാറിനോട് മമ്മൂക്കാരെന്ന് എല്ലാവരും വിളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ലാലേട്ടൻ എല്ലാം ലാലേട്ടൻ എന്ന് വിളിക്കും, ഞാനൊക്കെ അങ്ങനെ വിളിക്കുന്നത്. ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴിൽ വിജയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, വിക്രത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. വിക്രം ഒരു അതായത് സിനിമയൊക്കെ ഒന്ന് പേരെടുത്ത് പറഞ്ഞ പ്രേക്ഷകർ വിജയ് എന്ന് പറയുന്ന നടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള 2 സിനിമ, ഉദയ എന്ന് പറഞ്ഞൊരു പടം വർക്ക് ചെയ്യുന്നുണ്ട്. സൂര്യയുടെ ഫസ്റ്റ് ഫിലിം, സൂര്യ ആദ്യമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ കാലുവയ്ക്കുന്നത്, തമിഴ് ഇൻഡസ്ട്രിയിൽ കാലുവെക്കുന്നത് ഇതിൽ നേർക്കുനേറിൽ സൂര്യയും വിജയുമാണ് അഭിനയിച്ചിരിക്കുന്നത്. അന്ന് ഈ വിജയ് ഏകദേശമുള്ളവർക്ക് മലയാളികളെ അറിഞ്ഞു തുടങ്ങുന്ന ഒരു കാലഘട്ടം. സൂര്യയെ ഒരാൾക്കല്ല, കാരണം സൂര്യയുടെ ഫസ്റ്റ് ഫിലിമാണ്. സംവിധായകൻ ലിംഗുസ്വാമി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഷൂട്ട് ചെയ്ത് തമിഴ്നാടൊക്കെ ഷൂട്ട് ചെയ്ത് തിരിച്ച് ട്രിവാൻഡ്രത്ത് കുറച്ച് ഷൂട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വന്നു. ഒരു ദിവസം അവർക്ക് ബ്രേക്കായിരുന്നു. അപ്പോൾ സൂര്യ എൻ്റെ അടുത്ത് വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ ഒന്ന് റൂമിലേക്ക് ചെല്ലുക, വിജയ് റൂമിലേക്ക് വരുമോ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടക്കാം, സിറ്റിയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു. പങ്കജ് ഹോട്ടലിലായിരുന്നു വിജയ്ക്കും സൂര്യയ്ക്കും അന്ന് റൂം. ഞാൻ വൈകുന്നേരത്തെ ഒരു 4-5 മണിക്ക് ഹോട്ടലിൽ ചെന്നു, റിസപ്ഷനിൽ ചെന്നിട്ട് വിജയെ വിളിച്ചു. അന്ന് ഇത്രയും വലിയ ഈ ആർട്ടിസ്റ്റുകൾക്ക് ഇത്രയും വലിയ സെക്യൂരിറ്റിയും ഫോഴ്സും മാനേജറും ഒന്നുമില്ല, ഒക്കെ നമ്മളായിട്ട് നല്ല കൂടുതൽ അടുത്തുന്നത്. ഇന്നൊക്കെയാണ് മാനേജർമാരും ബൗൺസേഴ്സും ആൾക്കാരും ഒക്കെ ഉള്ളത്. അന്ന് ഇതൊന്നും ഇല്ല, എർത്തുകളൊക്കെ ഉള്ളത് ഇന്നാണ്, അന്ന് ഇതൊന്നുമില്ല. അപ്പോൾ വിജയെ ചെന്ന് വിളിച്ചു, വിജയുടെ റിസപ്ഷനിൽ നിന്ന് വിജയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ കീഴെ വന്നിരിക്കും പോലാമ എന്ന് ചോദിച്ചു. അപ്പോൾ തമിഴ് എനിക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനും, പണ്ട് പോലെ ചെന്നൈയിലും അവിടെയൊക്കെ ആയിരുന്നതുകൊണ്ട് കൂടുതൽ തമിഴ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ശരി പോലാ സാർ എന്ന് പറഞ്ഞു. സൂര്യയും വിജയും കൂടെ ഇറങ്ങി വന്നു. സൂര്യ ഒരാൾക്കും അറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞത്. വിജയെ കുറച്ച് പേർക്ക് അറിയാം, അത്രയ്ക്ക് അങ്ങോട്ട് അടുത്ത് കിട്ടിയാലേ അറിയുള്ളൂ. ഞങ്ങൾ പങ്കജ് ഹോട്ടലിൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയാൻ പറ്റും. പങ്കജിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആ സെക്രട്ടേറിയറ്റിൻ്റെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് സെക്രട്ടറി നടയിൽ കൂടെ അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് വരികയാണ്. അപ്പോൾ അയാൾ ഞാൻ പറഞ്ഞു, ഇതാണ് സെക്രട്ടേറിയറ്റ്, ഇവിടെ മന്ത്രിമാരുണ്ട്, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ട്രിവാൻഡ്രത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന അവസ്ഥയൊക്കെ നമ്മളിങ്ങനെ അടിച്ച് പൊക്കി വിട്ടുകൊണ്ടിരിക്കുക. എനിക്കറിയാവുന്ന തമിഴിൽ ഞാൻ വെച്ച് അലയാക്കിക്കൊണ്ടിരിക്കുക, അവർക്കത് മനസ്സിലാകുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ, അതായത് മിക്കവാറും സമരം നടക്കുന്ന ഒരു ഗേറ്റുണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ നിന്ന് തെങ്കാശിയിൽ നിന്നോ അവിടെ നിന്ന് ഒരു കപ്പലണ്ടി കച്ചവടമുണ്ട് തമിഴിന്. അയാൾ ഈ വണ്ടി തള്ളിക്കൊണ്ട് അതുവഴി ഞങ്ങളുടെ അടുത്ത് വന്നത് എൻ്റെ അടുത്ത് വെച്ച് കപ്പലണ്ടി ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒന്ന് ക്രോസ് ചെയ്ത് പിടിച്ചു. ഞങ്ങൾ നടന്നു വരികയാണ്. അവൻ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് കപ്പലണ്ടി വേണമാ സാറെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞത്. ഈ കപ്പലണ്ടി വിൽക്കുന്ന വിൽപ്പനക്കാരൻ നേരെ നോക്കിയത് വിജയുടെ മുഖത്തേക്കാണ്. അവൻ അവിടെ കിടന്ന് 2 വിളി വിളിച്ചു, അത്ര മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ഇവൻ വിളിച്ചിട്ട് തലൈവാ അപ്പടി ഇപ്പിടി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അവൻ എന്ത് വിളിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ നിന്ന് ഭയങ്കര അട്ടഹാസമായിരുന്നു ഇവനെ കണ്ടുകൊണ്ട്, വിജയിനെ കണ്ട്. അപ്പോഴത്തേക്ക് അവിടെ ജനങ്ങളൊക്കെ ഓടിക്കൂടി, ആൾക്കാർ വന്നു, പോലീസ് വന്നു. അപ്പോഴാണ് അവിടെ വന്ന ആൾക്കാർ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് സൂര്യാർക്ക് അറിയത്തില്ല, വിജയനറിയാം. വിജയ് മറ്റേ നടന്നു. അപ്പോഴങ്ങ് ജനം ഒരു 10-50-100 ആൾക്കാരും കൂടി പോലീസ് വന്നു. അപ്പോൾ അവർക്ക് ഞാൻ അവരോട് കാര്യം പറഞ്ഞാണ്. പെട്ടെന്ന് അവിടെ നിന്ന് പോലീസ് ഫോഴ്സോടുകൂടി ഞങ്ങളെ ഒരു ഓട്ടോറിക്ഷ കൈകാണിച്ച് ഈ 3 പേരും കൂടെ, അതായത് 3 പേരും കൂടെ അല്ല 3 പേരും കൂടെ, ഞാനും വിജയും സൂര്യയും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ തിരിച്ച് ആ സെക്രട്ടറിൻ്റെ അവിടെ നിന്ന് ആ പങ്കജ് ഹോട്ടലിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും. അതൊരു അനുഭവമാണ്, ഭയങ്കര അനുഭവമാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ സൂര്യയൊക്കെ വേറെ സിനിമകൾ അഭിനയിച്ചു, വമ്പൻ ഹിറ്റ് പടങ്ങൾ അഭിനയിച്ചു. എപ്പോഴും അദ്ദേഹം പറയാണ്ടായി, ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് വന്നിരുന്ന് നടന്ന കാര്യമൊക്കെ നമ്മളന്ന് അത്രയ്ക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ വഴിയില്ല. അതുപോലെ തന്നെ വിക്രത്തിൻ്റെ കൂടെ ഞാനൊരു സിനിമ വർക്ക് ചെയ്തിട്ട് ഒരുമിച്ചിരുന്ന് ഞാൻ ആ സമയത്ത് മണ്ടത്ത് സാറിൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അഴകൻ പെരുമാൾ സാർ നാറുകൊല്ലുകാരനാണ്, അവിടെയാണ് താമസം. ഞാനുമായിട്ട് ഭയങ്കര ക്ലോസാണ്, ഞങ്ങളുടെ ടീമുമായിട്ടൊക്കെ ഭയങ്കര ക്ലോസാണ്. അപ്പോൾ അദ്ദേഹം ഞാനും കൂടെ രാത്രി പ്രഭുദേവയുടെ ഒരു സിനിമ കൃപ തിയേറ്റർ റിലീസ് ആയി കാണാൻ പോവാണ്. അപ്പം വിക്രം ഏതൊരു ചെറിയ സിനിമ, എനിക്ക് അതിൻ്റെ പടത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ആ സിനിമ അഭിനയിച്ചിരിക്കുക. പക്ഷേ ഈ അഴകൻ പെരുമാൾ സാറായിട്ട് നല്ല ബന്ധം. ഞാൻ പറഞ്ഞു, സാർ ഞങ്ങൾ ഇന്ന് സിനിമയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വിക്രം പറഞ്ഞു, സാർ ഞാനും വരട്ടെ സാർ എന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞു. ഞാൻ കൃപ തിയേറ്ററിൽ വിളിച്ച് 3 ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ അന്ന് ഈ കരമന കിച്ചൺ, കിള്ളിപ്പാലം കിച്ചൺ ചിക്കൻ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, തട്ടുകടയുണ്ട്. അവിടെ പോയി ഭക്ഷണം വെച്ച് വിക്രമം ഞങ്ങളോട് നടന്നാണ് പോകുന്നത്. എന്നിട്ട് തിയേറ്ററിൽ പോയിരുന്ന സിനിമ കണ്ടിട്ടുള്ള ആളാണ് വിക്രമൊക്കെ. ഞങ്ങൾ അത്രയും നല്ല സൗഹൃദമാണ്. പിന്നെ അദ്ദേഹം തമിഴിൽ വലിയ ഹിറ്റ് നടനായിപ്പോയി.
അതുപോലെ മമ്മൂക്ക സാറിനോട് നേരത്തെ പറഞ്ഞു, മമ്മൂട്ടി സാറിന് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. പലരും ജാടയാണ് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയും. എനിക്ക് എന്നെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. എല്ലാവരോട്ടും ഭയങ്കര കണക്ഷനാണ്. പിന്നെ അധികം ആരോടും ചെന്നിരുന്ന് സംസാരിക്കില്ല. ഒന്ന് അടുത്ത് കഴിഞ്ഞാൽ ഈ അള്ള് പിടിക്കുമ്പോൾ അദ്ദേഹം പിടിച്ചിരുത്തി നമ്മളെ സംസാരിപ്പിച്ചതായി. അങ്ങനത്തെ ഒരു മനുഷ്യ സ്നേഹിയാണ് മമ്മൂക്ക സാറ്. ലാലേട്ടൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് എല്ലാവരെയും കൈകോർത്ത് പിടിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രൊഫഷണൽ ഡ്രൈവർ ആകുമ്പോഴും അദ്ദേഹം എൻ്റെ വണ്ടിയിൽ ആദ്യമായിട്ട് കയറുന്നത് ലാലേട്ടനാണ്. അന്ന് കിട്ടിയ ഒരു രോമാഞ്ചം പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ രോമാഞ്ചം അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ബാക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രൊഡക്ഷൻ മാനേജറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർ ആയതിനു ശേഷവും ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻ്റ് അത്രത്തിൽ നല്ലൊരു മനുഷ്യനാണ്. ഭയങ്കര എല്ലാവരോട്ടും ഭയങ്കര ഫ്രീ ആവുന്നൊരു മനുഷ്യനാണ്. പിന്നെ എന്താ പറയുക, ചാക്കോച്ചനൊക്കെ ആദ്യം വരുന്ന സമയത്തുണ്ടാവുന്ന ബന്ധം, ചാക്കോച്ചനും ഞാനായിട്ട് 3-4 സിനിമകൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സുരാജ് ഞാനുമായിട്ട് നല്ല സുഹൃത്താണ്. സുരാജ് ഫസ്റ്റ് വരുന്നത് നമ്മുടെ സിനിമയിലാണ്. അന്ന് അദ്ദേഹം വലിയ ഇൻഡസ്ട്രിയിൽ വലിയൊരു നടനാണ്, വിലപിടിപ്പുള്ളൊരു താരമാണ്. അതുപോലെ ഷാജോൺ, അതുപോലെ നിരവധി. എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ജയസൂര്യയൊക്കെ ഞാൻ ഫസ്റ്റ് എൻ്റെ അടുത്ത് ഞാൻ വേണുനാഗവള്ളി സാറ് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഞാൻ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭരത് ഗോപി സാറിൻ്റെയൊക്കെ വലം കൈയായിരുന്നു. അല്ലെങ്കിൽ വേണുനാഗവള്ളി സാറിൻ്റെയൊക്കെ അത്ര അടുപ്പമുണ്ടായിരുന്നു. എനിക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റുകയും ഏറ്റവും ഒരുപാട് അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരാളാണ് വേണുനാഗവള്ളി സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സീരിയൽ, അന്ന് ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ 100-150 എപ്പിസോഡ്, 30 എപ്പിസോഡ് 40 എപ്പിസോഡൊക്കെയാണ് മാക്സിമം. ഇപ്പോൾ ഏഷ്യനിൽ സങ്കീർത്തനം പോലെ എന്നൊരു സീരിയൽ സാറ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിരുന്നു ഞാൻ. ആ സമയത്താണ് ജയസൂര്യ എന്നെ കണ്ടിട്ട്, ജയസൂര്യ ആ സമയത്ത് ജഗതി വേഴ്സസ് ജഗതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പറഞ്ഞ് കോട്ടയം നസീറാണ് എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. നസീർ പറഞ്ഞു, ആണോ ഇവൻ എന്തെങ്കിലും ഒരു വേഷം വാങ്ങിച്ചു കൊടുക്കും, ചാക്കോച്ചൻ്റെ ഡൂപ്പാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാനിപ്പോൾ ഒരു സീരിയൽ ചെയ്യണം, വേണുനാഗവള്ളി സാറിൻ്റെ ആണ്, നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറഞ്ഞു. വേണുനാഗവള്ളി സാറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ജയസൂര്യയെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ജയസൂര്യ സാർ പറഞ്ഞു കുറച്ച് ലേറ്റായി, എന്തായാലും നമുക്ക് ചെയ്യാം, ചെറിയ സംഭവങ്ങളേ ഉള്ളൂ, നമുക്ക് ചെയ്യാം. ഓ സാർ അത് മതിയെന്ന് പറഞ്ഞിട്ട് പോകുന്ന ജയസൂര്യ തൊട്ടടുത്ത 2 ആഴ്ചകൾക്ക് ശേഷം ഉമ്മ പെണ്ണ് ഉരിയാടാ പയ്യൻ എന്ന വിനയ സാറിൻ്റെ പടത്തിലൂടെ പെട്ടെന്ന് മലയാള ഇൻഡസ്ട്രിയിൽ ഹീറോ ആവുന്നത്. അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഈ രംഗത്തുണ്ട്. ഇന്ത്യയിൽ ഏത് ഭാഷയിലും ലാംഗ്വേജിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരു ചീഫ് ടെക്നീഷ്യൻ കാണും, മലയാളിയായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയൊരു ഭയങ്കര അനുഗ്രഹം എന്ന് പറയുന്നത് കലാസംവിധായകൻ സാബു സിറിൽ സാർ, ക്യാമറാമാൻ രവി കെ ചന്ദ്രൻ, പ്രിയദർശൻ സാറ്, ഇവരൊക്കെ അന്യഭാഷകളിൽ പോയി പേരെടുത്ത ആൾക്കാരാണ്. അപ്പോൾ വില്യം സാറ് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഇത്തരത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള, നമുക്ക് പോലും ഇവിടെ വിലയില്ലാന്ന് പറയാൻ പറ്റില്ല, ആ വലിയ അംഗീകാരങ്ങൾ കൊടുക്കാത്ത ആൾക്കാർ അവിടെ ചെന്നിട്ട് വെന്നിക്കൂടി പാറിക്കുന്ന പ്രകടനമാണ്. ഇന്ന് മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ തെലുങ്കിലേക്ക് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ പിന്നിൽ മലയാളികളാണ് കൂടുതൽ ടെക്നീഷ്യൻ. തീർച്ചയായും അതെ. ബാഹുബലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ആരായിരുന്നു എന്നല്ല. അതുപോലെ മണിരത്നം സാറിന് മലയാളത്തിലെ ടെക്നീഷ്യനെ വലിയ ഇഷ്ടമാണ്. സാബു സിറിൽ സാറും രവി കെ ചന്ദ്രനൊക്കെ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. നമ്മുടെ സന്തോഷ് സാറ്, ഇവരൊക്കെ ഭയങ്കര ടോപ്പ് ക്വാളിറ്റിയുള്ള ടെക്നീഷ്യൻ, ടോപ്പ് ക്വാളിറ്റി. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകനും നമുക്കുമൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് മണിരത്നം സാറ് വരുന്നു, ചെന്നൈയിൽ നിന്ന് വരുന്നു, അപ്പം ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇറങ്ങുന്നു. അപ്പോൾ അന്ന് ഈ ടാറ്റ സുമയൊക്കെയാണ് ഉള്ളത്. അപ്പം അന്ന് വലിയ വണ്ടികളൊന്നുമില്ല, ഏറ്റവും ടോപ്പ് വണ്ടി എന്ന് പറഞ്ഞാൽ ടാറ്റ സുമയൊക്കെ. അപ്പോൾ ഞങ്ങളൊരു 3 വണ്ടിയാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വണ്ടിയിൽ മണിരത്നം സാറ്, ഒരു വണ്ടി തന്നെയാണ് ക്യാമറമാൻ രവി കെ ചന്ദ്രൻ സാറ്, ആ വാറിൽ തന്നെ സാബു സിറിൽ സാറ്, 3 പേരും ഒരു ടാറ്റ സുമയിൽ ഞാനും ഉണ്ട്. പോകുന്ന വഴിക്ക് സാറ് ഉച്ചയ്ക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതിൻ്റെ പറഞ്ഞു സുധൻ പോർവയ്ക്ക്, അതായത് സാപ്പിടലാമ ഹോട്ടൽ പാത്രമാണ്. നോർമലി എല്ലാവരും വലിയ ഹോട്ടലായിരിക്കും പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ വലിയ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാം, കാരണം ഇത്രയും വലിയ ടെക്നീഷ്യൻ വന്നിറങ്ങാണ്. അപ്പോൾ രവി കെ ചന്ദ്രനും മണിരത്നം സാറിന് നമ്മുടെ സാബു സിറിൽ സാറിനൊക്കെ നമുക്ക് മലയാളം തന്നെ അവർക്ക് അറിയാം, അവർക്ക് ഇവിടുത്തെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല. സുധാ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇവരെ കൊണ്ടുപോയത് ഒരു ചെറിയ ഹോട്ടലിലേക്കാണ്, വളരെ ചെറിയ ഹോട്ടലിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു തട്ടുകടയെന്ന് വിശേഷിപ്പിക്കാം അന്നത്തെ കാലത്ത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് കൊണ്ട് ഇറക്കാം, ഒരു കഴിക്കണമെന്ന്. മണിരത്നം സാർ ഇത്രയും ഇന്ത്യയിലെ ഷോമാൻ എന്ന് പറയുന്ന സംവിധായകൻ അവിടെ കൊണ്ടുപോയിട്ട് ഒരു കുഴപ്പമില്ലാതെ പുള്ളി പറഞ്ഞ് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് സാധാരണ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത്, ഇവിടെ പൈപ്പിൻ്റെ ടാപ്പ് പോലും ഇല്ല, ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കൈ കഴുകിയിട്ട് ഇലയിട്ട് ചോറും കറികളൊക്കെ കൊണ്ടുവച്ച് പുള്ളി സന്തോഷത്തോടെ കഴിച്ചു. ഈ പുള്ളി കഴിക്കുന്നുണ്ട്, സാബു സാറും ഈ പറഞ്ഞ രവി കെ ചന്ദ്രൻ സാറും കൂടെ നമ്മൾ കൂടുതൽ കഴിക്കാം. നല്ല എന്തായാലും നിൻ്റെ ഐഡിയ കൊള്ളാം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ കൂടെ വന്ന ടീമുകൾ, അതായത് അസോസിയേറ്റ് ഡയറക്ടറോ അല്ലെങ്കിൽ അസോസിയേറ്റ് ക്യാമറമാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ഈ ഹോട്ടൽ ഇവിടെ കൊണ്ടിറക്കിയത്
ആ കുഴപ്പമാവും എന്ന് പ്രതീക്ഷ എടുത്ത് നേരെ ഓപ്പോസിറ്റ് സാറൊക്കെ ഹാപ്പി ആയിട്ട് കഴിച്ച് തിരിച്ചു പറഞ്ഞു കൊള്ളാം കേട്ടോ സൂപ്പർ ഫുഡ് നീതാ കറക്റ്റ് പ്രൊഡക്ഷൻ കൺട്രോൾ ഇല്ല എന്നാൽ இந்த பெரிய ஹோட்டலில் கொண்டு விடும் இந்த ஹோட்டலில் வந்து சாப்பிட்டு என்ன நிம்மதியாக இருக்குது എന്നൊക്കെ പറഞ്ഞു അത് ഭയങ്കര അനുഭവമായിരുന്നു ജീവിതത്തിൽ കിട്ടുന്ന ഒരു അതെ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു മനുഷ്യന്റെ എത്ര സിംപ്ലിസിറ്റി ഉണ്ടോ അതാണ് അവന്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അങ്ങേ ഉൾപ്പെടുത്തി തന്നെയാണ് അത് പറയുന്നത്. കാരണം ഞാനത് അങ്ങയുടെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും സുഹൃത്തുക്കൾക്കൊക്കെ വളരെയധികം വാല്യൂ കൊടുക്കുന്ന സൗഹൃദങ്ങൾക്ക് അങ്ങ് വളരെ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. സൗഹൃദങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ സാർ? സൗഹൃദങ്ങളുടെ ലൈഫിൽ അതൊക്കെ എത്രമാത്രം സ്വാധീനിച്ചു? ഉണ്ട്, ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. സിനിമയിൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. കാരണം ഞാൻ പ്രൊഡക്ഷൻ മാനേജറായിട്ടും എക്സിക്യൂട്ടീവായിട്ടും കൺട്രോളറായിട്ടും ജോലി ചെയ്യുമ്പോൾ ഒരു സിനിമ നമുക്ക് മാക്സിമം 30, 40, 50 ദിവസങ്ങളിൽ ഷൂട്ട് പാക്കപ്പ് ആവും, പിന്നെ ഇല്ല. അപ്പോൾ ഈ 50 ദിവസത്തെ നമുക്ക് കിട്ടുന്ന ചെറിയൊരു ടൈംസിലാണ് നമ്മൾ ഷൂട്ട് തീർക്കുന്നത്. അപ്പോൾ 50 ദിവസം കൊണ്ട് നമ്മൾ പെട്ടെന്ന് ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഭയങ്കര സൗഹൃദമാവാറുണ്ട്. പക്ഷേ ഷൂട്ട് തീരാറാകുമ്പോൾ എല്ലാവർക്കും വിഷമം, പിരിഞ്ഞു പോകാൻ പറ്റില്ല. ഒരു ഫാമിലി പോലെ പലർക്കും പറയും ഇനി അടുത്ത സിനിമയ്ക്ക് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമോ, ഒരുമിച്ച് ജോലി കിട്ടാൻ വേണ്ടിയല്ല, നമ്മളോട്ട് ജോലി ചെയ്യുന്ന ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ്. അപ്പോൾ അത് സൗഹൃദങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. പല സൗഹൃദങ്ങളും പണ്ടുണ്ടായ സൗഹൃദങ്ങൾ പലപ്പോഴും പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഞാനോ അല്ലെ അവരോ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല, അവർക്ക് വർക്കുണ്ട്, വേറെ വർക്കിന് പോകും, ഞാൻ വേറെ വർക്കിന് പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചില വിളിയിലേക്ക് ഒതുങ്ങും. പിന്നെ ഞാനൊക്കെ ഈ സിനിമ ഫീൽഡിൽ വന്ന് തുടങ്ങുന്ന കാലത്ത് നമുക്ക് ഈ പറയുന്നത് പോലെ മാധ്യമങ്ങളുടെ ഒരു വലിയ തള്ളലൊന്നും അന്നില്ലായിരുന്നു, അപൂർവമായിരുന്നു. അന്നൊക്കെ ഒരു പ്രിന്റ് മീഡിയകളായിരുന്നാലും ഓൺലൈൻ മീഡിയ ആയിരുന്നാലും ചാനൽ ആയിരുന്നാലും അന്ന് അല്ലെങ്കിൽ ഞാനൊക്കെ അന്ന് അതൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നെങ്കിൽ ഇന്ന് ഞാൻ ചിലപ്പം ഇന്ത്യൻ സിനിമയിൽ അറിയപ്പെടുന്ന വേറൊരാളായി മാറിയില്ലേ. പക്ഷെ അന്ന് അതില്ലായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടവും പിന്നെ നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളൊന്നും നമുക്ക് കോൺടാക്ട് ചെയ്യാനില്ല. പലപ്പോഴും ഫോൺ നമ്പറിലാണ് നമ്മൾ ബന്ധപ്പെടുക. അന്ന് മൊബൈൽ പോലും ഉണ്ടായിരുന്ന സമയമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കുറേ ബന്ധങ്ങൾ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പിന്നീട് എപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴുള്ള ബന്ധങ്ങളൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ പ്രേക്ഷകരോട് പറയാണ്, ബന്ധങ്ങൾ ഏറ്റവും സൗഹൃദമായിട്ടും സുരക്ഷിതമായിട്ടും കൊണ്ടുപോകുന്ന ഒരാളാണ്. പക്ഷേ പലരും അതങ്ങനെ അല്ലാതെ നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മാക്സിമം അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞാനുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് എനിക്ക് ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചത് എനിക്ക് ഉപേക്ഷിക്കാനോ കളയാനോ പറ്റില്ല. അപ്പോൾ ഇപ്പൊ കമ്പത്തിന്റെ റിലീസ് ഡേറ്റ് ഏകദേശം അടുത്തൊന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ഡേറ്റ് നമ്മൾ പ്രേക്ഷകരായിട്ടൊന്ന് കമ്പം നിങ്ങൾ സത്യത്തിൽ എല്ലാവരും കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ പലർക്കും അറിയില്ല ഇന്നത്തെ കാലത്തൊരു തിയേറ്ററിൽ പോയി തന്നെ കാണാൻ പറയുന്നത് എല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഞാൻ ആരും കമ്പൽ ചെയ്യിക്കില്ല. സിനിമ നിങ്ങൾ കേട്ടറിഞ്ഞ് കൊള്ളാമെങ്കിൽ പോയി കാണണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ എടുത്തത് കൊണ്ട് അതൊരു വലിയ ഭയങ്കര ബിഗ് സിനിമയാണ് അല്ലെങ്കിൽ ഭയങ്കര സംഭവം എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ സബ്ജക്റ്റ്, അത് എനിക്ക് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾക്ക് അതീതമായി അത് ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ പഠിക്കാത്ത ഒരു സംവിധായകൻ ഒരു സിനിമ ചെയ്തിട്ട് ആ സിനിമ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണണം. കാരണം 3 സോങ്ങാണ് ഞാൻ അതിനകത്ത് എടുത്തിരിക്കുന്നത്. ആ 3 സോങ് എങ്ങനെ മേക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അറിയാം ആ സിനിമ എങ്ങനെ മേക്ക് ചെയ്തിട്ടുണ്ടാവുന്നു. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഒരു ചെറിയ സിനിമയാണ്, ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയല്ല. ബിഗ് ക്യാൻവാസിൽ ഞാനത് പകർത്തിയിട്ടുണ്ട്. കാരണം ഒരു വലിയൊരു ക്യാൻവാസിലാണ് സിനിമ പകർത്തിയിരിക്കുന്നത്. ക്രൗഡും ബഹളവും അടിയും 2-3 ഫൈറ്റും 2-3 പാട്ടൊക്കെ വെച്ചിട്ട് അത്യാവശ്യം വലിയ ലാഗില്ലാതെ 1 മണിക്കൂർ 45 മിനിറ്റ് മാക്സിമം ചുരുക്കി ഒരു കോമ്പാക്റ്റ് തിയേറ്റർ എടുത്തൊരു സിനിമയാണ്. പറ്റുവാണെങ്കിൽ എല്ലാവരും കാണണം. ഈ വരുന്ന ഫെബ്രുവരി ആദ്യവാരം റിലീസാക്കാനുള്ളൊരു ഓട്ടത്തിലാണ് ഞാൻ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ CID രാമേന്ദ്രൻ റിട്ടയർഡ് ചെയ്യുന്നതുകൊണ്ട് ഷാജോണൊക്കെ അഭിനയിച്ച് 2ാമതൊരു സിനിമയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡയറക്ഷനല്ല, ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അതിൻ്റെ ഫൈനൽ വർക്ക് തീർന്ന് ഫസ്റ്റ് കോപ്പി ആയിട്ടുണ്ട്. സനൂപ് സത്യനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഷിജു മിസ്ബ ഓസ്ട്രേലിയയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ലൈൻ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അതും ഉടനെ വരുന്നുണ്ട്. 2 ചിത്രങ്ങളും നിങ്ങൾ കാണണം. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് തരുന്നൊരു ബിഗ് ട്രീറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരിക്കും. തീർച്ചയായും സാറ്. കാരണം നമ്മുടെ മലയാളി പ്രേക്ഷകർ മറ്റുള്ള ഇത് സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളി പ്രേക്ഷകർ നല്ലതിനെ 2 കൈയും നീട്ടി സ്വീകരിച്ച ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായും അങ്ങയുടെ കമ്പവും അവരതുപോലെ തന്നെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നത് തന്നെയാണ് നമ്മളെല്ലാം പ്രേക്ഷകരുടെ നിലയിൽ നിന്നും വിശ്വസിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, അങ്ങ് വിലയേറിയ സമയം ഇത്രയും നേരം അങ്ങയെക്കുറിച്ച് അങ്ങയുടെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനും ഉള്ള നല്ല മനസ്സ് കാണിക്കുകയും ഒക്കെ ചെയ്തതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റിൻ്റെ പേരിൽ ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അങ്ങ് മലയാളത്തിലെ ഒരു അതായത് പേരെടുത്ത് പറയാൻ വരുന്ന നിലയ്ക്ക്
അത്രയും ഫൈറ്റിലേക്ക് ഒരു സംവിധായകനായി ഭാവിയിൽ മാറട്ടെ എന്നുള്ള ആശംസകളും പ്രാർത്ഥനകളും ഈ സമയം അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്ര നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുകയാണ്. ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റ് ചാനലിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഇതിൻ്റെ പ്രേക്ഷകർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. കമ്പം എല്ലാവരും കാണണം, മറക്കരുത്.